മഹാലക്ഷ്മിയിലെ പുത്തൻ പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആശ്രമത്തിൽ വെച്ചിട്ട് സാഗർ മേഘാതനുമായിട്ട് കാണുന്നുണ്ട്. മേഘാതൻ വേഗം തന്നെ സാഗറിൻ്റെ അടുത്തേക്ക് പോയിട്ട് കൊളറൊക്കെ പിടിച്ചിട്ട് ഒരുപാട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് നിന്ന് മഞ്ജുവിനെ അകറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്ന സമയത്താണ് മാർക്കോ അവിടെ എത്തുന്നത്. മാർക്കോ ആണ് വേഗം തന്നെ സാഗറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ വെച്ചൊരു സീനും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മേഘാത, കിട്ടിയതൊന്നും പോരെ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി സാഗറിനെ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും മാത്രമല്ല സാഗറും മഞ്ജുവും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്നെ വേണ്ട എന്ന് വെച്ച് ഇവൻ്റെ കൂടെ പോകണമെങ്കിൽ അത് എന്തായാലും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മേഘാതനെ. അവിടെ വെച്ച് മേഘാതൻ അങ്ങ് അപമാനിക്കുകയാണ് ചെയ്യുന്നത്. മേഘാതനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയുന്നൊന്നുമില്ല. മേഘാതൻ വേഗം തന്നെ പ്രതാപൻ്റെ അരികിലേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സാഗറും അവിടെ തന്നെയാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും കണ്ണനെ സംരക്ഷിക്കാനായിട്ട് അവിടെ തന്നെയുണ്ട്. നമുക്ക് കണ്ണനെയും മഹാലക്ഷ്മിയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, എന്തായാലും ഇനി ഞാനോ നീയോ അല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്, കരുണയായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. കരുണയുടെ കയ്യിൽ വലിയൊരു പ്ലാൻ ഉണ്ട്. ആ ഒരു പ്ലാന് തയ്യാറാക്കാനായിട്ട് അമ്മയും അവളോടൊപ്പം തന്നെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാഗർ വീട്ടിലെത്തിയിട്ട് ആശ്രമത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. മേഘാതൻ ഇങ്ങനെ തന്നെ ആക്രമിക്കാൻ വന്നതും മാർക്കോ അവിടെ നിന്ന് തന്നെ രക്ഷിച്ചതൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അയാൾ എന്തും ചെയ്യാൻ മടിക്കും, അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിഗണനയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അവൾ പറയുന്നുണ്ട്, മേഘാതനും വാമനും കൂടിയിട്ട് അവിടെ ഉണ്ടെങ്കിൽ കണ്ണേട്ടൻ അതൊരു വലിയ ഭീഷണിയായിരിക്കുമല്ലോ, അവരെന്തായാലും വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. കരുണയാണെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയ ഉണരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തോ ഒരു ദുസ്വപ്നം കണ്ടതാണെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ പ്ലാനുകളൊക്കെ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം, നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനല്ലേ വലുത്, എന്തായാലും അതൊക്കെ കഴിഞ്ഞ് മെല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളെ ഇല്ലാതാക്കാന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇനി എന്തായാലും എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, എന്തായാലും ഈ ഒരു 18-ാം തീയതി തന്നെ അവളെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മഞ്ജുവും സാഗറാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവർ മഹാലക്ഷ്മി കാണുന്നുണ്ട്. മഹാലക്ഷ്മിക്കാണെങ്കിൽ സാഗറിനെയും മഞ്ജുവിനെയും കണ്ടത് തന്നെ വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. സാഗറിനെ കണ്ടപ്പോൾ തന്നെ മഹാലക്ഷ്മിയുടെ മുഖത്ത് ദേഷ്യമാണ് വരുന്നത്. മഞ്ജു ആണെങ്കിൽ വേദന ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീയും സാഗറും നല്ല രീതിയിൽ ജീവിക്കുക, പണ്ട് നിനക്ക് പറ്റിയ തെറ്റ് പോലെ ഇതൊരു തെറ്റാവാതിരിക്കട്ടെ, അതുമാത്രമല്ല ഇവൻ നിന്നെ കരയിപ്പിക്കുകയാണെങ്കിൽ അന്ന് ഇവൻ്റെ അവസാനമായിരിക്കും, അത് നീ ഓർത്ത് വെച്ച സാഗർ എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാനൊരിക്കലും മേഘാതനെ പോലെ സ്വത്തിനോ മറ്റെന്തിനോ വേണ്ടിയിട്ടല്ല മഞ്ജുവിനെ സ്നേഹിച്ചത്, മഞ്ജുവിനെ ഒരിക്കലും കരയിപ്പിക്കാതെ എൻ്റെ കൂടെ നിർത്താൻ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതുപോലെ ഒരുപാട് കള്ളത്തരങ്ങൾ നീ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴാണോ എനിക്കും കണ്ണേട്ടനെ നിന്നെ വിശ്വസിക്കാൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ നിന്നെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറ്റും. മഹി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആൻഡ് മറ്റൊരു പ്രൊമോ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.